വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലടക്കം 4 പേർക്കെതിരെ കളമശ്ശേരി പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. വരാപ്പുഴ അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള ആൽബർട്ടിൻ കോംപ്ലക്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പോർട്സ് ഫെസിലിറ്റി എന്ന സ്ഥാപനത്തിൽ ആജീവനാന്ത മെമ്പർഷിപ്പ് വാഗ്ദാനം ചെയ്ത് 1,77,000 രൂപ വാങ്ങി വഞ്ചിച്ചു എന്ന് കാണിച്ച് കളമശ്ശേരിക്കാരനായ ബൈജു മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് അബ്ദുൾ അലീം നൽകിയ പരാതിയിലാണ് കളമശ്ശേരി പോലീസ് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലിനും മറ്റു 3 പേർക്കുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. 2019 ഒക്ടോബർ 1-ാം തീയതിയാണ് പ്രസ്തുത സ്ഥാപനത്തിൽ പരാതിക്കാരനായ മുഹമ്മദ് അബ്ദുൾ അലീം 1,77,000 രൂപ അടച്ച് ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്തത്. കളമശ്ശേരിയിലെ ആൽബർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിൽ ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ അടക്കം അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അന്യർക്കാർക്കും ഇതിനുള്ളിൽ പ്രവേശനവുമില്ല. വൻതുക ക്ലബ് മെമ്പർഷിപ്പ് ഫീസ് അടച്ചു വേണം ഈ ക്ലബിൽ അംഗങ്ങളാകാൻ. പത്രപരസ്യം കണ്ടാണ് പരാതിക്കാരൻ ഈ സ്പോർട്സ് ക്ലബിനെ കുറിച്ച് അറിയുന്നതും ഫാമിലി മെമ്പർഷിപ്പ് വൻതുക കൊടുത്തെടുത്തതും. എന്നാൽ 2020 ജനുവരിയിൽ പരാതിക്കാരനായ മുഹമ്മദ് അബ്ദുൾ അലീം കുടുംബസമേതം സ്വിമ്മിംഗ് പ്രാക്ടീസിനായി ചെന്നപ്പോൾ അദ്ദേഹത്തെയും കുടുംബത്തെയും സ്പോർട്സ് ക്ലബിനുള്ളിൽ പ്രവേശിപ്പിച്ചില്ലെന്നും സ്വിമ്മിംഗ് പൂൾ മറ്റൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. മെമ്പർഷിപ്പ് ഇല്ലാത്ത ആർക്കും പ്രവേശനം കൊടുക്കില്ല എന്ന കരാർ പ്രകാരമാണ് ആജീവനാന്ത മെമ്പർഷിപ്പ് പരാതിക്കാരൻ എടുത്തിരുന്നത്. ഈ കരാർ ലംഘിച്ചുകൊണ്ടാണ് വരാപ്പുഴ അതിരൂപത അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം പണയത്തിന് നൽകി മെമ്പർമാരെ വഞ്ചിച്ചത്. ഈ അടുത്ത കാലത്ത് ബോസ്കോ ലൂയിസ് എന്നൊരു വ്യക്തിയുടെ പരാതിയെ തുടർന്ന് കളമശ്ശേരിയിലെ ഐസാറ്റിന്റെ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കാൻ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ ഉത്തരവ് വന്നതും സ്ഥാപനത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സ്പോർട്സ് കോംപ്ലക്സ് എന്ന പേരിൽ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെയും ചട്ടങ്ങൾ ലംഘിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെയും പണിത കെട്ടിടങ്ങൾ പൊളിക്കാൻ നേരത്തെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി താൽക്കാലിക നോട്ടീസ് നൽകിയിരുന്നു. വരാപ്പുഴ ആർച്ച് ഡയോസസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം നടത്തിയ നിരവധി അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ മുനിസിപ്പാലിറ്റി തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് കാണിച്ച് കളമശ്ശേരി സ്വദേശിയും പൊതുപ്രവർത്തകനും കൂടിയായ ബോസ്കോ ലൂയിസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇരുകക്ഷികളെയും കേട്ട് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കാൻ നേരത്തെ നൽകിയ താൽക്കാലിക ഉത്തരവ് അന്തിമമാക്കി മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഉത്തരവിറക്കിയത്. ടൗൺ പ്ലാനിംഗ് നിയമങ്ങൾ ലംഘിച്ചാണ് കെട്ടിട നിർമ്മാണമെന്ന് നേരത്തെ ടൗൺ പ്ലാനിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്ന കാര്യവും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ നിയമലംഘനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. മരടിൽ നടന്ന ഫ്ളാറ്റ് പൊളിക്കലിന് ശേഷം ജില്ലയിലെ ഏറ്റവും വലിയ അനധികൃത നിർമ്മാണം പൊളിക്കാനുള്ള ഉത്തരവാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായാണ് വരാപ്പുഴ ആർച്ച് ഡയോസസിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു കേസ് ഹൈക്കോടതിയിൽ നിലവിലുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. ആൽബർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് ഐസാറ്റ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നിർമ്മിച്ചിരിക്കുന്ന അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കാൻ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം നിലനിൽക്കെയാണ് വഞ്ചനാക്കുറ്റത്തിന് ആർച്ച് ബിഷപ്പ് അടക്കം 4 പേർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. 1-ാം പ്രതി റവറന്റ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, 2-ാം പ്രതി ഫാദർ ബെന്നി മാത്യു, 3-ാം പ്രതി ഡോക്ടർ എസ് ജോസ്, 4-ാം പ്രതി ഫാദർ ആന്റണി വാക്കോ അറക്കൽ എന്നിവരെ പ്രതി ചേർത്താണ് കളമശ്ശേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വാർത്തകൾ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.